ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫോറിൻ ഡിഷാണ്, സ്പഗറ്റി ആൻഡ് മീറ്റ് ബോൾസ്. സ്പഗറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാസ്ത യൂസ് ചെയ്യാം, മാക്രോണി വേണമെങ്കിൽ ഉപയോഗിക്കാം. സ്പഗറ്റി കിട്ടാനില്ലെങ്കിൽ പക്ഷേ സ്പഗറ്റി ആൻഡ് മീറ്റ് ബോൾസ് ആണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഫോറിൻ ഡിഷസ് ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ പാസ്ത ഡിഷസ് ഇഷ്ടമുള്ളവർ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റുള്ള മീറ്റ് ബോൾസും ബീഫ് വെച്ചുണ്ടാക്കുന്നത്, പിന്നെ നല്ല ക്രീമി ആയിട്ടുള്ള സ്പഗറ്റി മിക്കപ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പുളി കൂടുതലാണ് നമ്മുടെ ഒക്കെ ഒരു ടേസ്റ്റിനനുസരിച്ച്. പക്ഷെ ഇതങ്ങനെയല്ല, നല്ല പാകത്തിന് പുളിപ്പും നല്ല ക്രീമി ആയിട്ട് ഇരിക്കുന്ന സ്പഗറ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇത് ഉണ്ടാക്കി കൊടുത്താൽ ഒരുപാട് ഇഷ്ടമാവും. സ്പെഷ്യൽ ഗസ്റ്റ് വല്ലതും വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഷൈൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നീട് ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അളവ് പറയുന്നുണ്ട്. പിന്നെ റെസിപ്പി ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, വെബ്സൈറ്റിലത്തെ റെസിപ്പി വായിക്കാനാണെങ്കിൽ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ മീറ്റ് ബോൾസ് ഉണ്ടാക്കാനാണ് പോകുന്നത്. നല്ല ടേസ്റ്റുള്ള ബീഫ് മീറ്റ് ബോൾസ് ആണ്. ഇത് വേണമെങ്കിൽ ഇപ്പോൾ മട്ടൺ വെച്ചിട്ട് ഉണ്ടാക്കാം. അതിനു വേണ്ടി ആവശ്യമുള്ളത് ആദ്യം 3/4 കപ്പ് സവാള ചോപ്പ് ചെയ്തതുണ്ട്, 3/4 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി മിക്സ് ചെയ്തത്. ഇതൊരു ടേബിൾ സ്പൂൺ ഓയിൽ ചെറിയൊരു പാനിൽ ചൂടാക്കിയിട്ട് നമുക്ക് ഇത് രണ്ടും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഓയിൽ പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം, പക്ഷെ കൂടി പോകരുത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കളറ്. അതിനുശേഷം ആ എണ്ണയിൽ നിന്ന് മാറ്റി ഇത് മാറ്റി വയ്ക്കാം ചൂടാറാൻ വേണ്ടിയിട്ട്. പിന്നെ 2 വലിയ വൈറ്റ് ബ്രെഡിൻ്റെ സ്ലൈസസ് നമുക്ക് കുറച്ച് വെള്ളത്തിലോ പാലിലോ സോക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ പിഴിഞ്ഞ് അതും മാറ്റി വയ്ക്കണം. പിന്നെ നമുക്കൊരു മുട്ട വേണം. ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1/2 കിലോ മിൻസ് ബീഫ് കീമയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് നന്നായി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കഴുകിയതിന് ശേഷം. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് അതിലേക്ക് 4.5 ടേബിൾ സ്പൂൺ മൊസറല്ല ചീസ് ആഡ് ചെയ്തു. അതിലേക്ക് നമ്മുടെ മുട്ടയുടെ ഉണ്ണി മാത്രം ഇപ്പോൾ ചേർക്കുന്നു. പിന്നെ 2 ടീസ്പൂൺ നാരങ്ങനീര് ഫ്രഷ് ആയിട്ടുള്ളത് അതും കൂടി ചേർത്തു. സോഫ്റ്റാക്കിയ ബട്ടർ, പുറത്ത് വെച്ച് സോഫ്റ്റാക്കിയ ബട്ടർ 3 ടേബിൾ സ്പൂൺ ഇതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ പാർസ്ലി ചോപ്പ് ചെയ്തത്. പാർസ്ലി കിട്ടാനുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി അതില്ലെങ്കിൽ നമുക്ക് മല്ലിയില ചോപ്പ് ചെയ്തതും ഉപയോഗിക്കാം. കുറച്ച് പാർസ്ലി ഗാർണിഷിങ്ങിനും പിന്നീട് ആവശ്യം വരും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സവാളയും ഇഞ്ചിയും കൂടി ചേർക്കാം. പിന്നെ നമ്മുടെ സോക്ക് ചെയ്ത ബ്രെഡ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ് പാകത്തിന് ഞാനൊരു 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ജെൻറ്റിലായിട്ട് വേണം മിക്സ് ചെയ്യാൻ, ഒരുപാട് ടൈറ്റായിട്ട് ഓവർ മിക്സ് ചെയ്യാണ്ട് നോക്കണം. എന്നാലും എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സ് ആവണ വരെ, മുട്ടയുടെ ഉണ്ണി, വഴറ്റിയ സവാള അതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. ഓവർ മിക്സ് ആക്കാണ്ട് നോക്കണം, എന്നാലേ നമ്മുടെ മീറ്റ് ബോൾസ് ടെൻഡർ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ നാരങ്ങ സൈസിൽ നമുക്ക് ബോൾസ് ഉരുട്ടി വയ്ക്കാം. എന്നിട്ട് ഓരോന്ന് ഈ മുട്ടയുടെ വെള്ളം നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ, അതിൽ ഓരോന്ന് ഒന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് സ്മൂത്താക്കി എടുക്കണം ഓരോ ബോൾസ്. ഇനി വേണമെങ്കിൽ ഇത് ട്രെയിൽ നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ഓയിൽ ചൂടായിട്ടുണ്ട് ഇവിടെ, അതിലിട്ടിട്ട് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഓരോ ബാച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇട്ട ഉടനെ അനക്കരുത്. കുറച്ച് നേരം ഒന്ന് ബ്രൗൺ ആയി തുടങ്ങിയതിന് ശേഷം നമുക്ക് തിരിച്ചിടാം, ചുറ്റും ഒന്ന് ബ്രൗൺ ആവുന്നത് വരെ. ആദ്യം തന്നെ ഇത് അനക്കിയാൽ പെട്ടെന്ന് പൊട്ടിപ്പോകും, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പിന്നെ നമുക്കത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ഈ മീറ്റ് ബോൾസ് ഫ്രൈ ചെയ്യുമ്പോൾ ഓർമ്മ വെക്കണം, ഇത് ഓവർ ഫ്രൈ ചെയ്യേണ്ട, ഒരു നല്ല ഗോൾഡൻ കളറായാൽ മതി. കാരണം ഇത് ഇനി സോസിലേക്ക് എടുത്ത് ഒന്നും കൂടി വേവാനുള്ളതാണ്. ഇതൊരോ ബാച്ചസ് ആയിട്ട് ചെയ്യണ സമയത്ത് നമുക്ക് നമ്മുടെ സോസ് ഉണ്ടാക്കാനും തുടങ്ങാം. അപ്പോൾ ഇവിടെ 4 വലിയ ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്. ആ ടൊമാറ്റോസ് നമ്മൾ ചോപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഇതുപോലെ ഒരു പ്യൂറേ ഉണ്ടാക്കാൻ പോവാണ്. കുക്ക് ചെയ്യണമൊന്നുമില്ല, ഫ്രഷ് പ്യൂറേയാണ് ഉണ്ടാക്കുന്നത്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വലിയൊരു പോട്ടിൽ നമുക്ക് വെള്ളം തിളപ്പിച്ച് അതിൽ നല്ല പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ 450 ഗ്രാംസ് സ്പഗറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്ത ഇട്ടിട്ട് ഇതൊന്ന് വേവിക്കണം.
പാസ്ത കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കടി ബാക്കി ഉണ്ടാവണം. ഫുള്ളായിട്ട് ഭയങ്കര സോഫ്റ്റായി പോകരുത്. പാസ്തയ്ക്ക് എപ്പോഴും ഒരു കടി ബാക്കി നിൽക്കണ രീതിയിൽ ആണ് അത് കുക്ക് ചെയ്യേണ്ടത്. അൽ ഡെൻറ്റെ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോസ് കുക്ക് ചെയ്യാൻ വേറെ ഒരു ഫ്രൈങ് പാനിൽ, നോൺ സ്റ്റിക്ക് പാനിൽ നമുക്ക് തുടങ്ങാം. 1 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തതിന് ശേഷം നമുക്ക് 2 ചുവന്നുള്ളി നന്നായി കൊത്തിയരിഞ്ഞതും 2 വെളുത്തുള്ളി, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഓലിവ് ഓയിലും ബട്ടറും കമ്പൈൻ ചെയ്യാൻ കാരണം ആ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞും ബട്ടർ മാത്രം ഇടുകയാണെങ്കിൽ, അതുകൊണ്ട് ഓലിവ് ഓയിലും ബട്ടറും അതുകൊണ്ടാണ് ചേർക്കുന്നത്. പിന്നെ ഫ്ലേവറിനും. പിന്നെ ഈ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയാൽ നല്ലൊരു മണം കിട്ടിയാൽ മതി. തീരെ ബ്രൗൺ ആവരുത്, അത് ശ്രദ്ധിക്കണം. തീരെ ബ്രൗൺ ആവരുത്. ഇതൊന്ന് നന്നായി ഒരു സ്മെല്ല് കിട്ടിയതിന് ശേഷം നമുക്ക് 1 കപ്പ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്ലിയർ ആപ്പിൾ ജ്യൂസ് ഇല്ലേ, അതൊന്ന് ചേർക്കണം. ഇതാ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മധുരം ഒന്നും ഉണ്ടാവില്ല, പേടിക്കണ്ട. അപ്പോൾ ആപ്പിൾ ജ്യൂസ് ചേർത്തതിന് ശേഷം നമുക്കൊരു വുഡൻ തവിയോ എന്തെങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം. ഈ ആപ്പിൾ ജ്യൂസിൻ്റെ അളവ് പകുതിയോളം വറ്റി തീരണം. അപ്പോൾ ഞാൻ ഈ വുഡൻ ഫോർക്ക് വെച്ചിട്ടാണ് അത് മെഷർ ചെയ്തത്. അപ്പോൾ പകുതിയോളം വറ്റി തീർന്നതിന് ശേഷം ക്ലിയർ ആപ്പിൾ ജ്യൂസിലേക്ക് നമുക്ക് 1 കപ്പ് ചിക്കൻ സ്റ്റോക്കും കൂടി ചേർക്കണം. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അല്ലെങ്കിൽ 1 കപ്പ് ചൂടുവെള്ളത്തിൽ 1 ക്യൂബ് ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് ചേർത്ത് മിക്സ് ചെയ്താലും മതി. അതും ചേർത്തു. പിന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ഫ്രഷ് ടൊമാറ്റോ പ്യൂറി അതും കൂടി ആഡ് ചെയ്ത് ഇതിനെ ഒന്ന് നന്നായി തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് അത് നന്നായിട്ടൊന്ന് സിമ്മർ ചെയ്യണം. ഇതിലേക്ക് ഉപ്പും കുരുമുളകും പാകത്തിനിടാം. ഒന്നും കട്ടിയതിന് ശേഷം ഒരുപാടൊന്നും വറ്റണ്ട. 1 ടൊമാറ്റോസ് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് അത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മീറ്റ് ബോൾസ് ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ റെഡി ആവുന്നത് വരെ നമുക്ക് ഇത് തീയിൽ നിന്ന് മാറ്റി വയ്ക്കാം, ഇറക്കി വയ്ക്കാം. ഇപ്പം നമ്മുടെ സ്പെഗറ്റി പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരു കടി ബാക്കി നിന്നിട്ടുണ്ട്. ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് കൂടുതൽ സോഫ്റ്റ് ആവരുത്. ഇത് വേഗം ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമ്മുടെ മീറ്റ് ബോൾസ് ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്തും റെഡി ആയിട്ടുണ്ട്. ഈ മീറ്റ് ബോൾസ് ഫ്രൈ ചെയ്ത് റെഡി ആവണ വരെ നമ്മുടെ സോസ് മാറ്റി വെച്ചിരുന്നു. അത് തിരിച്ചടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ അടിച്ചു വെച്ച ഫ്രഷ് ക്രീം ഇങ്ങനെ പതുക്കനെ ആഡ് ചെയ്ത് സ്റ്റർ ചെയ്തുകൊണ്ടാണ് ആഡ് ചെയ്തത്. അതൊന്ന് തിള വന്നാൽ മതി. ഇതിലേക്ക് പിന്നെ ഉപ്പും കുരുമുളക് പാകത്തിന് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിള വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മീറ്റ് ബോൾസ് ഡ്രെയിൻ ചെയ്ത് ഫ്രൈ ചെയ്ത മീറ്റ് ബോൾസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഇനി ഇളക്കി കൊടുക്കണ്ട. മീറ്റ് ബോൾസ് ഉടഞ്ഞു പോകണ്ട. ഇങ്ങനെ ഒന്ന് ചെരിച്ചു കൊടുത്താൽ മതി പാൻ. മീറ്റ് ബോൾസ് നന്നായിട്ട് ആ സോസൊക്കെ ഒന്ന് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഹീറ്റ് ഓഫ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ സെർവിങ് ടൈം വരെയും ഈ സോസിൽ തന്നെ കിടന്നോട്ടെ മീറ്റ് ബോൾസ്. സെർവ് ചെയ്യാൻ നേരം ആകുമ്പോൾ നമുക്ക് മീറ്റ് ബോൾസ് എടുത്ത് ഒന്ന് മാറ്റി വെക്കാം സോസിൽ നിന്ന്. മീറ്റ് ബോൾസിൻ്റെ തരികൾ ഉടഞ്ഞതുണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് ഉടച്ച് കൊടുക്കുക സോസിലേക്ക്. ടേസ്റ്റ് നന്നായിട്ട് കൂടും. പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമ്മുടെ സോസ് വീണ്ടും അടുപ്പത്ത് വെച്ച് ഒന്ന് സിമ്മർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് തിളയ്ക്കൊന്നും വേണ്ട. അതിലേക്ക് നമ്മുടെ ഡ്രെയിൻ ചെയ്ത സ്പഗറ്റി അല്ലെങ്കിൽ പാസ്ത ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കോട്ട് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ചൂടായി കിട്ടണ വരെ നല്ലോണം ഒന്ന് ചൂടായാൽ മതി. അതിൻ്റെ മുകളിൽ നമ്മുടെ മീറ്റ് ബോൾസും ചേർത്ത് സെർവ് ചെയ്യാം. മുകളിൽ കുറച്ചും കൂടി പാർസ്ലി ലീവ്സ് ചോപ്പ് ചെയ്തത് ഗാർണിഷിന് വേണ്ടി ആഡ് ചെയ്യാം. പാർസ്ലി ഇല്ലെങ്കിൽ മല്ലിയില യൂസ് ചെയ്തോളൂ. വളരെ സിമ്പിളാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. സ്പഗറ്റി ഇല്ലെങ്കിൽ പാസ്ത ഉപയോഗിക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലൊരു റെസിപ്പിയാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഉണ്ടാക്കുമ്പോഴൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുമുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് അടുത്ത ദിവസം ചൂടാക്കി കഴിച്ചാലും ഒരു കുഴപ്പമില്ല. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയാൽ വിവരം അറിയിക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.